ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കൊൽക്കത്തയിലെ സൂവിൽ പോവാണ്, ചിടിയാഘർ. ഇവിടെ മൃഗങ്ങളെയും ഇതൊക്കെ കാണാൻ. ഇതാണ് കൊൽക്കത്ത ഷഹർ. കൊൽക്കത്തയുടെ പട്ടണത്തിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ ഇതിൽ പോകേണ്ട വഴിയുണ്ട്. ഇതുവഴി നമുക്ക് സൂവിൽ ചെല്ലാം. ഇതാണ് കൊൽക്കത്തയിലെ സൂ. സുവോളജിക്കൽ ഗാർഡനാണ്. അലിപ്പൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. കണ്ട അതിൻ്റെ മാപ്പ്, എവിടെയൊക്കെയാണ് ഏതൊക്കെ മൃഗങ്ങളുള്ളതെന്നൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് കാണാം. എന്താണ് കൊടുത്തിട്ടുണ്ട്. 70 മീറ്റർ ഇങ്ങോട്ട് ചിമ്പാൻസി, 82 മീറ്റർ സീബ്ര, ലയണൊക്കെ ഈ സൈഡ്. നമുക്ക് ആദ്യം ലയൺ കണ്ടു തരും. കാരണം ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:30 1 മണിക്കൂറേ ഉള്ളൂ. നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ. സൂ കാര്യമായിട്ട് വലിയ വൃത്തിയൊന്നുമില്ല. മൃഗങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കൊൽക്കത്തയിൽ സുന്ദർബൻസ് എന്നൊരു ഇതുണ്ട്, വന്യജീവി സങ്കേതമാണ്. അവിടെ ഇനിങ്ങാട്ടി നല്ല ഇഴുക്കിടലായിട്ട് കാണാൻ സാധിക്കും. ബംഗാൾ ടൈഗറിനെ പറ്റി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെള്ളം സിംഹമാണുള്ളത്. ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ കണ്ട, ഇത് ചിത്രമാണ്. ബംഗാൾ ഫൗണ്ട് ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് നോർത്ത് വെസ്റ്റേൺ റീജിയൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. അതൊഴിച്ച് ബാക്കി എല്ലാ ഇന്ത്യയിൽ എവിടെയും കാണും. മാംഗ്രൂവ് ഫോറസ്റ്റിൽ, നൊക്ടേണൽ, സോളിറ്ററിൽ, കാർണിവറസ് ആണ്. ഇവിടെ കടുവനൊന്നും കാണുന്നില്ലല്ലോ. ഇത്രയും വലിയ സ്ഥലമുണ്ട്, പക്ഷെ കടുവനെ കാണുന്നില്ല. ഇപ്പോഴും നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ ആണ്, protected under wildlife. കണ്ട ടൈഗർ ഉറങ്ങി നിൽക്കാൻ നമ്മൾ കാണാൻ വരും. ഇതൊരു നല്ലൊരു വ്യൂ ആണ് ഇവിടുത്തെ. ഇവിടെ ഒന്നും മൃഗമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു. ഇത് നല്ല കിടിലം വ്യൂ തന്നെയാണ്. ഇവിടെ പക്ഷികളാണ് കണ്ടോ, താറാവ് പോലത്തെ കണ്ട പക്ഷികൾ. ഇഷ്ടംപോലെ പക്ഷികൾ. ഇതെല്ലാം ഒരേ സ്ഥലത്ത് ഒരേ ഇതിലാണ് താമസിക്കുന്നത്. ഇതിനിപ്പോൾ ഏത് സൂ കണ്ടാലും ഇതിന് ഇത്രയും സ്പേസ് അവർ കൊടുക്കും. അത് നിറച്ചും മീനാണ്. അതിൻ്റെ വേറെ കാക്കി ഇരിക്കുന്നുണ്ടോ. ആനേനെയാണ് കാണാൻ പോകുന്ന, എലിഫൻ്റ്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഏഷ്യൻ എലിമെൻറ്റ് ആൻഡ് ആഫ്രിക്കൻ എലിമെൻറ്റ്. അപ്പോൾ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏഷ്യയിൽ ട്രക്കിൻ്റെ അവസാനം, അതായത് കൊമ്പിക്കേൻ്റെ അവസാനം ഒരൊറ്റ ഫിംഗറാണ് ഉണ്ടാവുക ഏഷ്യൻ എലിമെൻറ്റ്. ആഫ്രിക്കയ്ക്ക് തന്നെ 2 ഫിംഗറാണ് ഉണ്ടാവുക. അതായത് തല നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഡോംഡ് ആയിരിക്കും ഏഷ്യൻ, എന്നാൽ ആഫ്രിക്കൻ സിംഗിൾ ഡോംഡ്. അതേപോലെ ചെവി നോക്ക്. ഇന്ത്യൻ ഏഷ്യൻ എലിഫൻ്റ് സ്മോളർ ആൻഡ് ഡു നോട്ട് കവർ ദ ഷോൾഡർ. ഏഷ്യൻ ആനകൾക്ക് ചെറിയ ചെവി, ആഫ്രിക്കൻ ആനകൾക്ക് വലിയ ചെവി. ഈ വെയിറ്റ് നോക്കിയാൽ ഏഷ്യൻ ആനക്ക് 3000 മുതൽ 6000, ആഫ്രിക്കൻ 4,000-7,000 ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വെയിറ്റും ഇതുള്ളത്. പോലെ ആനയെ പോലല്ല, വെള്ളം കുടിക്കാൻ എന്തോ പോവാണത്. 2 ആനയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഈ സിറ്റീൻ്റെ നടുക്കാണ് ഈ സൂ. ഒരിക്കലും ഒത്തിരി ദൂരെയല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി ദൂരമായിട്ടാണ് ഞാൻ കാണാറ്. പോവാണ്. എന്തിനാണോ പോകുന്നത്? വെള്ളം കുടിക്കാനോ എന്തിനോ പോകുന്നുണ്ട്. പേര് 1 എലിഫൻ്റ്, വീണ ഹിംഗാർ പ്രീതി ചാറ്റർ. 18/1/2024, 25.
നമുക്ക് ഏഷ്യാറ്റിക് ലയനെ കാണാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഗീർ ഫോറസ്റ്റിലാണ് കാണാറ്. ഇൻ ജുനാഗാദ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്ത്. പിന്നെയുള്ളത് ഒരു 4 കുട്ടികളാണ് ഉണ്ടാവുക 103-105 ദിവസത്തിനുള്ളിൽ. എൻഡേഞ്ചേർഡ് സ്പീഷീസായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് 1972. ചെയ്തതിൻ്റെത് ഒരു ലയണിനും ഒരു ലയണസിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. മക്കിൻടോഷ് ബേൺ ലിമിറ്റഡ് എന്ന കമ്പനി. അവസാനം ഒരു വൈൽഡ് ആനിമലിനെ ക്ലിയർ ആയിട്ട് കണ്ടു സൂവിൽ. ഒരു പെൺകടുവ. നല്ലൊരു വലിയ കുറച്ച് സ്ഥലമുണ്ട്. എനിക്കൊന്ന് ആൺസിമ്മൊക്കെ അതിൻ്റെ കയറി ഉറങ്ങുകയാണ്. അത് മാത്രം അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഒരു സിംഹത്തിനെങ്കിലും കാണാൻ സാധിച്ചു. ആൺസിംഹം ഒച്ചയാക്കുന്നുണ്ട്. വിശന്നിട്ടാ തോന്നുന്നു പാവം. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. വളരെ വലുത്. നല്ല അടിപൊളി കാഴ്ച. ഇതിൽ കുറേ പക്ഷികളാണ്. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. നെക്സ്റ്റ് സൂ എന്നാണ് അവകാശപ്പെടുന്നത്. പല സൂ ഉണ്ടെങ്കിലും കോൽക്കട്ട സൂ ആണ് ഏറ്റവും ലെങ്തി ആയിട്ടില്ല ദൂരമുള്ള സൂ. നമുക്ക് കണ്ടാൽ തോന്നില്ല, കാരണം സിറ്റിയിൽ നിന്ന് എടുക്കുകയാണ്. എങ്ങനെ ഇത് വന്നു? പക്ഷെ കുറേ നടക്കാനുണ്ട്. ഇത് കുറുക്കനാണ്. ഗീതളിന് കണ്ടത് ഇന്ത്യൻ ഗ്രേ വോൾഫാണ്. ചെന്നായ 4 മരങ്ങളായിട്ട് കൂടി കാഴ്ചകൾ എന്താ പറയുക, പുഴ ഇതൊക്കെ. നമുക്ക് വൈറ്റ് ടൈഗർ കുറച്ച് സമയം കാണാനുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല. അവർ വിസിലടിച്ച് ആളുകളെ പുറത്താക്കും. സീബ്രയൊന്നും കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്ത് മൂടി. സൗത്ത് ഓഫ് സഹാരയില്ലാതെ കാണാൻ സീബ്ര സ്ട്രൈപ്സ് ബ്ലാക്ക് വൈറ്റിൽ, അത് എല്ലാവർക്കും അറിയാം. അതും റെഡ് ലിസ്റ്റിൽ ഉണ്ടായതാണ്. വളരെ അടുത്തുണ്ടായതാ, പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതായത് നിയർ ത്രെട്ട് ഉണ്ടെന്ന് പറയും. അവസാനം ഒരു വൈൽഡ് ആനിമലിനെ ക്ലിയർ ആയിട്ട് കണ്ടു സൂവിൽ. ഒരു പെൺകടുവ. നല്ലൊരു വലിയ കുറച്ച് സ്ഥലമുണ്ട്. എനിക്കൊന്ന് ആൺസിമ്മൊക്കെ അതിൻ്റെ കയറി ഉറങ്ങുകയാണ്. അത് മാത്രം അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഒരു സിംഹത്തിനെങ്കിലും കാണാൻ സാധിച്ചു.